ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുത്ത എറണാകുളം ജനറൽ ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഹൃദയം കേസ് ഓട്ടോയുടെ വാഹനത്തിൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചതിന് ശേഷമാണ് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. രാജ്യത്താദ്യമായി ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക്, ആരോഗ്യ കേരളത്തിന് അഭിമാനകരമായ ചരിത്രപരമായ ഒരു നിമിഷമായി ഇത് മാറുകയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ടൊപ്പം തന്നെ ആൻ മരിയ സണ്ണിയും. ആദ്യം വിപിൻ സി വിജയനിലേക്ക്. വിപിൻ, എപ്പോഴേക്ക് ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കും? വിപിൻ, അല്പസമയത്തിനകം തന്നെ 2:05 കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷിബുവിന്റെ ഹൃദയവുമായി ഹെലികോപ്റ്റർ ഈ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 2:45 കൂടി ഈ ഹയാത്ത് ഹെലിപ്പാഡിലേക്ക് എത്തുമെന്നുള്ളതാണ് കരുതുന്നത്. ഹയാത്ത് ഹെലിപ്പാഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഈ ഹൃദയവുമായി ആദ്യം ഹെലികോപ്റ്റർ എത്തുക. ഇവിടെ നിന്ന് പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതിനായി ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറായിരിക്കുന്നു. ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ ഹെലിപ്പാഡിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ ഇവിടെ നിന്നും 5 മിനിറ്റാണ് ഇപ്പോൾ ഈ ജനറൽ ആശുപത്രിയിലേക്കുള്ള ദൂരമായി കണക്കാക്കിയിരിക്കുന്നത്. ഈ 5 മിനിറ്റ് കൊണ്ട് അവിടേക്ക് ഓടിയെത്തുക, അങ്ങനെ ഏറ്റവും പരമാവധി വേഗത്തിൽ തന്നെ ശസ്ത്രക്രിയ തുടങ്ങുക എന്നുള്ളതാണ്. ഇത് ചരിത്രപരമായ ഒരു കാൽവെപ്പായിട്ട് തന്നെ കണക്കാക്കണം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഇതൊരു മുതൽക്കൂട്ടാണ്. ഇതൊരു വലിയ നാഴികക്കല്ലാണ്. ഒരു വലിയ ചരിത്രത്തിലേക്കുള്ള ഒരു തുടക്കം കൂടിയാണ്. കാരണം രാജ്യത്ത് തന്നെ പറഞ്ഞതുപോലെ ഇതൊരു ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ്. കാരണം 2024 തന്നെ എറണാകുളത്തെ ഈ ജനറൽ ആശുപത്രി ഇങ്ങനെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സജ്ജമായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. പക്ഷേ അതിലേക്ക് കടന്നിരുന്നില്ല. കാരണം ആദ്യം അവിടെ രജിസ്റ്റർ ചെയ്ത പേരുകളിൽ ഒന്നാണ് ഈ ദുർഗ കാമി എന്നുള്ള 22-കാരിയുടേത്. പക്ഷേ ആ ശസ്ത്രക്രിയ ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. അതിന് കാരണം നമ്മളുടെ ഈ ഒരു നിയമപ്രകാരം തന്നെ ഇവിടെയുള്ള പൗരന്മാർക്ക് മുൻഗണന എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ ദുർഗ നേപ്പാൾ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ മുൻഗണനാ പട്ടികയിൽ വളരെ പിന്നിലാണ്. ഇത് പിന്നീട് ഹൈക്കോടതിയിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക കേസായി തന്നെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ഈ കുട്ടി ഹൈക്കോടതിയുടെ മുൻപാകെ എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യസ്ഥിതി വിലയിരുത്തി അടിയന്തരമായി തന്നെ ഇത്തരത്തിൽ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യണം എന്നുള്ളത് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരികയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ആ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വാതിൽ തുറന്നിരിക്കുന്നത്. ഈ ഒരു ശസ്ത്രക്രിയയെ സംബന്ധിച്ച് അത് എത്രത്തോളം അതിന്റെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ അത്രത്തോളം വലുതാണ്. കാരണം ഒരു ജനറൽ ആശുപത്രിയിൽ ഈ ഒരു ശസ്ത്രക്രിയ അത് വിജയമാകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ഉണ്ടാവുന്നതാണ്. കാരണം ഇതിന്റെ ഒരു ചിലവൊക്കെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ഒരു ചിലവൊക്കെ വരുമ്പോൾ തന്നെയാണ് ജനറൽ ആശുപത്രിയിൽ ഇത്ര വലിയ ഒരു ദൗത്യത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നത്. ഇവിടെ ഈ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയതിന് ശേഷം 5 മിനിറ്റ് കൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ വഴിയിലൊക്കെ തന്നെ പോലീസും ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് പോകുന്ന വഴികളിലെല്ലാം തന്നെ പ്രത്യേക അലേർട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകമായിട്ട് അവിടേക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നിന്നും 4 കിലോമീറ്ററോളം ദൂരമാണ് ഈ ആശുപത്രിയിലേക്ക് കണക്കാക്കുന്നത്. ആ സമയം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഓടിയെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ഹൃദയം കൊണ്ട് അത്രയും നമ്മൾ കാണുന്ന മൂല്യത്തോടു കൂടി തന്നെ അത് എത്തിക്കുക, എത്രയും വേഗം ശസ്ത്രക്രിയ ആരംഭിക്കുക എന്നുള്ളതാണ്. എല്ലാ ഒരുക്കങ്ങളും ഈ കൊച്ചിയെ സംബന്ധിച്ച് പൂർത്തിയായിരിക്കുന്നു. കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷിബുവിന്റെ ഹൃദയവുമായിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മഹാദാനം എന്ന് തന്നെ പറയാം. കാരണം ഹൃദയം മാത്രമല്ല, അതിലെ ഓരോ ത്വക്ക്, അതുപോലെ തന്നെ കരളും ഒക്കെ, നേത്രപടലങ്ങൾ വരെയുള്ള എല്ലാ അവയവങ്ങളും ദാനം ചെയ്ത് അതൊരു മഹാദാനം തന്നെയായി മാറുകയാണ്. ആ കുടുംബത്തിന് കേരളത്തിന്റെ ഒരു വലിയ സല്യൂട്ടുണ്ട്. ഒപ്പം തന്നെ ദുർഗാകാമി എന്നുള്ള തീർത്തും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരിയും സമാനമായ അസുഖം വന്ന്, അതായത് ഈ ഹൃദയത്തിന്റെ പുറത്തുള്ള തൊലി അതിന് ഭാരം കൂടുന്നു എന്നുള്ളതാണ് രോഗത്തിന്റെ, അതൊരു ജനിതക രോഗം കൂടിയാണ്. അപ്പോൾ ഈ രോഗം വന്നിട്ടാണ് അമ്മയും സഹോദരിയും മരിച്ചത്. അതുകൊണ്ട് തന്നെ താൻ ഇനി എത്ര കാലം ജീവിക്കുമെന്നുള്ള വല്ലാത്തൊരു പേടി, ഒരു അലട്ടൽ ഈ കുട്ടിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ചു മുൻപ് നമ്മളോട് ജനറൽ ആശുപത്രി സൂപ്രണ്ട് വരെ സംസാരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭയമായിട്ടായിരുന്നു ആ കുട്ടി. ശരിയാണ്. മഹാദാനത്തിന്റെ ഒരു മഹാമാതൃക നമ്മൾ കാണുകയാണ്. കൊല്ലം ചിറക്കര സ്വദേശി ഷിബു, 47 വയസ്സുകാരനായ ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിനിയായ ദുർഗ കാമിയിൽ വെച്ചുപിടിപ്പിക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.